നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേത വരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് ഇന്ന് 5126ാമത്തെ വർഷമാണ്. കലി ദിനസംഖ്യ വരുന്നത് 18,72,499ാമത്തെ ദിവസമാണ്. കൊല്ലവർഷ കണക്കനുസരിച്ച് 1201 കന്നിമാസം 30-ാം തീയതിയാണ്. ശകവർഷം 1947 ആശ്വിന മാസം 24-ാം തീയതിയാണ്. തിഥി വരുന്നത് കൃഷ്ണപക്ഷത്തിലെ ദശമി തിഥിയാണ്. 10:35 വരെയുള്ള സമയത്താണ് ദശമി തിഥി വരുന്നത്. തുടർന്ന് ഏകാദശിയാണ്. നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. ഉച്ചയ്ക്ക് 12:42 വരെയുള്ള സമയത്താണ്. അതിനുശേഷം മകം നക്ഷത്രമാണ്. കരണം വരുന്നത് വിഷ്ടികരണമാണ്. 10:35 വരെ, രാവിലെ 10:35 വരെയുള്ള സമയത്താണ് വിഷ്ടികരണം ഉള്ളത്. നിത്യയോഗം ശുഭനാമ നിത്യയോഗമാണ്. അത് 2:10 വരെയുള്ള സമയത്ത് ശുഭനാമ നിത്യയോഗം വരുന്നുണ്ട്. ഞാറ്റുവേല ചിത്തിര ഞാറ്റുവേലയാണ്. ശരത്ത് ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ദിവസം വ്യാഴത്തിൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:15:36 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:03:13 അസ്തമയം സംഭവിക്കുന്നു. മധ്യകേരളത്തിലേതാണ് ഈ ഉദയാസ്തമയങ്ങൾ പറഞ്ഞപ്പെട്ടിട്ടുള്ളത്. ദിനമാനം വരുന്നത് 11:47:37 ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 1:37 തുടങ്ങി 3:06 വരെയുള്ള സമയത്താണ്. ഗുളികകാലം വരുന്നത് രാവിലെ 9:12 തുടങ്ങി 10:40 വരെയുള്ള സമയത്താണ്. യമകണ്ഠകാലം വരുന്നത് രാവിലെ 6:15 തുടങ്ങി 7:44 വരെയുള്ള സമയത്താണ്. ഈ 3 കാലങ്ങളും പൊതുവെ ദോഷകാലങ്ങളാകിയാൽ വർജ്യകാലങ്ങളാണ്. ശുഭകർമ്മങ്ങൾക്ക് ഈ സമയം വർജിച്ചിട്ടുള്ളതാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:45 മുതൽക്ക് 12:07 വരേക്കും. തുടർന്ന് 4 മിനിറ്റ് വർദ്ധിച്ച് 12:11 മുതൽക്ക് 12:33 വരെയാണ്. ഈ അഭിജിത് മുഹൂർത്തത്തിൽ മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ അന്നേ ദിവസം പ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അഭിജിത് മുഹൂർത്തം ഒരു സുമുഹൂർത്തമായിട്ടെടുക്കാം എന്ന ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് ധനുക്കൂറുകാർക്കാണ്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് 8ാം ഭാവത്തിൽ അഷ്ടമത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമായിട്ടുള്ള ദിവസമല്ല. അവർ പുതിയ നൂതന സംഭവങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ആയില്യം നക്ഷത്രമാണ്. ഒരു അനുകൂല നക്ഷത്രമല്ല. ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ശത്രു ദമനം, അതുപോലെ സർപ്പസംബന്ധമായിട്ടുള്ള കാര്യം, വിഷകാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. സാഹസകർമ്മങ്ങൾ, കപടകർമ്മങ്ങൾക്കും കച്ചവടാദി കാര്യങ്ങൾക്കും ഒക്കെയാണ് ഈ ആയില്യം നക്ഷത്രം അനുകൂലമായിട്ടുള്ള. മറ്റ് ശുഭകർമ്മങ്ങൾക്ക് വിധിച്ചിട്ടില്ല. ഇന്ന് കൃഷ്ണപക്ഷത്തിലെ ദശമിയാണ്. ദശമി തിഥി എല്ലാ തരത്തിലുള്ള ശുഭകർമ്മങ്ങൾക്കും അനുകൂലമാണ്. വിവാഹാദി കാര്യങ്ങൾ, യാത്രാ, പ്രവേശം, വസ്ത്രം, ഭൂഷണാദികൾ ഇതിനൊക്കെയും നൃപ, അശ്വ, ഗജ കാര്യങ്ങൾക്കും ഒക്കെ അനുകൂലമാണ്. എങ്കിലും ആയില്യം നക്ഷത്രമാകയാൽ ഇന്നത്തെ ദിവസം ശുഭകർമ്മങ്ങൾക്ക് പൊതുവെ വർജിച്ചിരിക്കുന്നു. നമസ്കാരം.